മലക്കപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ജാർഖണ്ഡ് സ്വദേശി സഞ്ജയ് ആണ് മരിച്ചത്. ഞായറാഴ്ച വൈകുന്നേരത്താണ് കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത്. MS ലിഷോയ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് നമുക്കൊപ്പം. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഇത് എങ്ങനെയായിരുന്നു അപകടം ഉണ്ടായത്? കാട്ടുപോത്തിന്റെ ആക്രമണം നേരിട്ടത് എവിടെ വെച്ചായിരുന്നു? വിശദാംശങ്ങൾ എന്താണ്? ഞായറാഴ്ച വൈകുന്നേരം കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി മടങ്ങി വരുമ്പോഴായിരുന്നു റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഓടി വന്ന കാട്ടുപോത്ത് ഈ യുവാവിനെ ഇടിച്ചു തെറിപ്പിച്ചത്, സഞ്ജയിനെ ഇടിച്ചു തെറിപ്പിച്ചത്. അതിനുശേഷം അവിടെ നിന്നും ഈ കാട്ടുപോത്ത് ഈ പ്രദേശത്തേക്ക്, തോട്ടം പ്രദേശത്തേക്കെല്ലാം തന്നെ ഓടി മറയുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഉടനെ തന്നെ തൊട്ടടുത്തുള്ള ടാറ്റ ആശുപത്രിയിലേക്ക് ഈ യുവാവിനെ എത്തിച്ചു. എങ്കിൽ പോലും പിന്നീട് ഗുരുതരമായ പരിക്കേറ്റതിനാൽ തന്നെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി പൊള്ളാച്ചിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ വെച്ച് ഈ സഞ്ജയ് എന്ന് പറയുന്ന യുവാവ് മരിച്ചത്. ഇയാൾക്ക് നട്ടലിനും ആന്തരികാവയവങ്ങൾക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതിനെ തുടർന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ മേഖലയിൽ സ്ഥിരമായി കാട്ടുപോത്തിൻ്റെയും കാട്ടാനകളുടെയും പുലിയുടെയും എല്ലാം തന്നെ സാന്നിധ്യം ഉള്ളതായാണ് തൊഴിലാളികൾ പറയുന്നത്. അതിനിടയിലാണ് രാത്രി ഈ നടന്നു പോകുന്ന വഴിയെ ഒരു കാട്ടുപോത്ത് ഇത്തരത്തിൽ പുറകിൽ നിന്ന് ആക്രമിച്ച് എത്തിയിട്ടുണ്ടോ? മൃതദേഹം ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോകുമോ? ഇവർ ഇവിടെ തന്നെ വർഷങ്ങളായി താമസിക്കുന്നതാണ്. ഭാര്യ ഉൾപ്പെടെയുള്ളവർ ഇവിടെ തന്നെയാണ് താമസം. മൃതദേഹം സംബന്ധിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ഇവർ ഈ തോട്ടം മേഖലയിലൊക്കെ തന്നെ ജോലി ചെയ്യുന്നതാണ്. ഭാര്യയും കുഞ്ഞുമുണ്ട് ഇദ്ദേഹത്തിന്. പൊള്ളാച്ചിയിലെ ആശുപത്രിയിലാണ് നിലവിൽ മൃതദേഹമുള്ളത്. അവിടെ നിന്നും ഇനിയിപ്പോൾ എന്താണ്, അതായത് ഈ തിരിച്ച് മലക്കപ്പാറയിലേക്ക് കൊണ്ടുവരുമോ അതോ മറ്റേതെങ്കിലും നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത കുറച്ചുകൂടി വരേണ്ടതുണ്ട്.